ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ചീര ഇട്ട് വെച്ച ഒരു സ്പെഷ്യൽ മോര് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ചീര, ഏതെങ്കിലും ചീര എടുക്കുക. ഒന്നെങ്കിൽ ചുവന്ന ചീരയോ അല്ലെങ്കിൽ പച്ച ചീരയോ. ഞാനിവിടെ പച്ച ചീര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും മഞ്ഞളും, ഒരു അരമുറി തേങ്ങ ചിരവ് ചെയ്ത്, പിന്നെ ഒരു 2 വറ്റൽമുളക്, കടുക്, ഉലുവ, പച്ചമുളക്, ജീരകം, കരിവേപ്പില, പിന്നെ നമുക്ക് മോരാക്കാനുള്ള തൈര്. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ചീര നല്ല രീതിയിൽ അരിഞ്ഞ് 4 പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ കത്തിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് പാകത്തിനിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ചീര വേവാനായിട്ട് നമുക്ക് ഉപ്പെല്ലാം പാകത്തിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചാൽ നമുക്ക് ചീരയാവും. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ ചിരവിത് അതിനകത്തിടുക. അതേപോലെ തന്നെ മഞ്ഞൾ അതിനകത്തിട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതെല്ലാം കൂടി ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കണം. നല്ല ആവുന്നതും നൈസായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഈ രീതിയിൽ വരുന്ന രീതിയിൽ കൊണ്ട് മാക്സിമം നൈസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചീര വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ അരപ്പ് നമുക്ക് ചേർക്കാം. തേങ്ങയും മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനകത്ത്. അരപ്പ് ചേർത്ത് പിന്നെ ബാക്കി വരുന്ന പാത്രത്തിൽ നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ലെവലാക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഉപ്പ് ഇട്ടു. ഇപ്പോൾ കറി റെഡിയാണ്. ഇനി അതിന് താളിക്കാനുള്ള കടുകും മുളകും വേപ്പലും എല്ലാം നമുക്ക് താളിച്ചിട്ട് അതിനകത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ചീര ഇട്ട് വെച്ച മോര് കറി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഗ്രീൻ ലീവ്സ് ആയതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കടുകെല്ലാം പൊട്ടി നമ്മൾ വറ്റൽമുളക് ഇട്ടു, കരിവേപ്പില ഇട്ടു, അതൊന്ന് ഇളക്കി. നേരത്തെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ആ താളിപ്പിടാം. അപ്പോൾ നല്ല രുചികരമായ വിഷു സ്പെഷ്യൽ ചീര ഇട്ട് വെച്ച മോര് കറി റെഡിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.